എഴുകോൺ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. നെടുമ്പായിക്കുളം ESI വാർഡിലാണ് ജലക്ഷാമം നേരിടുന്നത്. മിക്കയിടത്തും കിണറുകൾ വരണ്ടു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളിലും വെള്ളമില്ലാത്ത സ്ഥിതിയാണ്. എഴുകോൺ ഗ്രാമപഞ്ചായത്തിലെ നെടുമ്പായിക്കുളം ESI വാർഡിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായുള്ളത്. കിണറുകളെല്ലാം വറ്റിവരേണ്ട സ്ഥിതിയിലാണ്. കുടിവെള്ളം എത്തിക്കേണ്ട വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളും ശൂന്യമാണ്. പുലർച്ചെ 1 മുതൽ 2 വരെ മാത്രമാണ് ഇവിടെ വെള്ളം ലഭിക്കുന്നത്. ഉണർന്നിരുന്ന് വെള്ളം ശേഖരിക്കാമെന്ന് വെച്ചാലും തുള്ളി മാത്രമായാണ് പലപ്പോഴും വെള്ളം കിട്ടുക. 1 മണിക്കൂർ കാത്തിരുന്നാൽ അര ബക്കറ്റ് വെള്ളം പോലും കിട്ടാത്ത സ്ഥിതിയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. 2 മാസമായി ഒട്ടും വെള്ളമില്ല. ഇവിടെ 2 കെട്ടിടങ്ങളുടെ പാലം കയറിട്ട് കോരുക. അല്ല ഒട്ടും അതിലും ഇല്ല, മോട്ടറും പിടിക്കത്തില്ല, ഒന്നുമില്ല, കോരുക 2 മാസം കൊണ്ട്. ഇല്ല 2 പാട്ടിൽ ആർക്കും ഇല്ല. ഒഴിഞ്ഞ് തൊഴി കൊണ്ട് കുഴിക്കാനും ഒക്കുന്നില്ല. ഇത് തൊടി അടിഞ്ഞിരുന്നു പോയത്. പിന്നെ വെള്ളം ഇറക്കുക, ഇല്ല കറിയാ ഇറക്കും. വെള്ളം വിതരണം ചെയ്യുന്നുണ്ടെന്നും പമ്പ് ചെയ്യുന്ന വെള്ളം എല്ലാവർക്കും ലഭ്യമാകുന്നുണ്ടെന്നുമാണ് അധികൃതർ പറയുന്നത്. ഇതേസമയം ചിലർ ടാങ്കുകൾ കുഴിച്ചിട്ടും മറ്റും നേരത്തെ തന്നെ വെള്ളം ശേഖരിച്ച് മാറ്റുന്നതായും പരാതിയുണ്ട്. വാട്ടർ അതോറിറ്റി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് പരാതി ഉയർന്നിട്ടുള്ളത്. വെള്ളം ഒട്ടും അഥവാ വന്നാലും തുള്ളിയായിട്ടേ വരത്തുള്ളൂ. രാത്രി 12 മണി കഴിഞ്ഞേ വെള്ളം വരത്തുള്ളൂ. പഞ്ചായത്തുകാരെ അറിയിച്ചു, വെള്ളം വന്നില്ല. വാട്ടർ അതോറിറ്റി അറിയിച്ചു, വെള്ളം വന്നില്ല. മെമ്പറെ വിളിച്ചു പറഞ്ഞു, മെമ്പർക്ക് അനക്കമില്ല. വാട്ടർ അതോറിറ്റി വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. പിന്നെ ഓഫീസിൽ ചെന്ന ആളില്ല, ഫോൺ എടുക്കത്തില്ല. പിന്നെ വെള്ളം മേടിക്കുകയാണ്, 250 രൂപ കൊടുത്ത് മേടിക്കുകയാണ്. ഇപ്പൊ റോഡ് പണി ആയതുകൊണ്ട് വെള്ളം ഇങ്ങോട്ട് വരത്തില്ല, വണ്ടി ഇങ്ങോട്ട് വരത്തില്ല. ഇവിടെ ഈ ഏരിയയിൽ അങ്ങ് വെള്ളമില്ല. ഇല്ല, പഞ്ചായത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നില്ല. വന്നതേ ഇല്ല, ഈ വർഷം വന്നതേ ഇല്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം പഞ്ചായത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. മെമ്പർ വരും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. പ്രദേശത്തേക്ക് റോഡ് പണി നടക്കുന്നതിനാൽ 7 ദിവസത്തേക്ക് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതുമൂലം ഇവർക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ കിലോമീറ്ററോളം മറ്റുള്ളവരുടെ വസ്തുവിൽ കൂടി നടന്ന് ദേശീയപാതയോരത്ത് എത്തേണ്ട സ്ഥിതിയാണ്. ഞങ്ങൾക്ക് ഇവിടെ 2 മാസമായിട്ട് വെള്ളം കിട്ടുന്നില്ല. വാട്ടർ അതോറിറ്റിയുടെ ബില്ല് കൃത്യമായി തന്നെ ഇവിടെ വരുന്നുണ്ട്. AA വിളിച്ചാലും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിളിച്ചാലും അവരാരും ഫോൺ എടുക്കാറുമില്ല. ഞങ്ങൾ നേരിട്ട് അവരെ ഓഫീസിൽ കാണാൻ ചെന്നാൽ അവരാരും ഓഫീസിലും ഇല്ല. എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കഴിഞ്ഞ ദിവസവും ഞാൻ ഓഫീസിൽ പോയി, അവരാരും ഇല്ല. പിന്നെ AA വിളിച്ചപ്പോൾ പറഞ്ഞു അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്, 2 ദിവസത്തിനകം വെള്ളം തരാമെന്ന് പറഞ്ഞു. പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം 10-12 ദിവസത്തോളമായി ഒരു തുള്ളി വെള്ളം ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് കിട്ടുന്നില്ല. അടിയന്തര പ്രാധാന്യത്തോടെ പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ഉറക്കൊഴിഞ്ഞ് ഇത്രയും വെള്ളം പിടിക്കുകയും വേണം. അതോ പൊടി കുഞ്ഞുങ്ങൾ മൂത്രം മൂലമൊക്കെ വെള്ളം വരക്കാം കേട്ടോ. എന്തിനാ വേണ്ട, ഒന്നും ഞങ്ങൾക്ക് വെള്ളം തരണ്ട. ബില്ലും കിട്ടുമല്ലോ, അത് കട്ടായിട്ടാണ് ഇരിക്കും. എന്തായാലും ഉറപ്പിലായിട്ട് ഇതിന് ഒന്നും ഞങ്ങൾക്ക് വെള്ളം കിട്ടണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പൈസ അടയ്ക്കത്തുമില്ല. ഇതിപ്പോ 2 മാസം കൂടുതലായി. പൊടി പോലെ തിളയിൽ ഇവിടുന്ന് ഇത്രയും പൈസ ഇവിടുന്ന് ജോലിയും വില ഇല്ലാത്തവർക്കൊക്കെ എന്ത് ചെയ്യും? ഇത്രയും വീട്ടുകാർക്ക് വെള്ളം ഇല്ലാതെ ഞങ്ങൾ എന്തോ ചെയ്യും? ജോലിയും വില ഇല്ലാത്തവരൊക്കെ, പണിയില്ലാത്തവർക്കൊക്കെ എവിടെ വെള്ളം മേടിക്കുന്നോ? ന്യൂസ് ബ്യൂറോ, കുണ്ടറ.